നിങ്ങൾ ഈ മെസ്സേജ് കണ്ടോ? ഇന്ത്യയിലെ പല ചെറുപ്പക്കാരും ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നത് ഈ ഒരു മെസ്സേജിന് വേണ്ടിയാണ് ടി വി എസിൻ്റെ ഭാഗത്തുനിന്ന്. കഴിഞ്ഞ വർഷം ഡിസംബർ 29-നാണ് ഞാൻ ഈ വണ്ടി ബുക്ക് ചെയ്യുന്നത്. ആലപ്പുഴ ടോപ്പ് ഹാമിലാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളത്. വണ്ടി വന്നു അറിഞ്ഞപ്പോൾ തന്നെ കുറ്റിയും പറിച്ച് നേരെ അവിടെ ചെന്നു. ഇത് ശരിക്കും ഡെമോ വണ്ടിയാണ്, ടെസ്റ്റ് ഡ്രൈവ് ഒന്നും നമുക്ക് അവൈലബിൾ അല്ല. എൻ്റെ വണ്ടിയുടെ കളർ ഇതല്ല, ഞാൻ വേറെ കളറാണ്, ബ്രോൺസ് കളറാണ് എടുത്തത്. അത് ശരിക്കും ഷോറൂമിലില്ല, അത് അവരുടെ ഗോഡൗണിലാണ് ഇരിക്കുന്നത്. ടെസ്റ്റ് ഡ്രൈവ് വണ്ടി വരാത്തതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി ഓടിച്ച് നോക്കാൻ വേറൊരു മാർഗ്ഗമില്ല. അപ്പോൾ നമുക്കായിട്ട് വന്ന വണ്ടി തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്യാം. റോഡിലൊന്നും ഇറക്കാൻ പറ്റത്തില്ല, ആ ഗോഡൗണിൻ്റെ ആ ഏരിയയിൽ തന്നെ കുറച്ചൊരു ഏരിയയിൽ ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാമെന്ന് നമ്മുടെ സെയിൽസ്മാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നേരെ ഗോഡൗണിലോട്ടാണ് പോകുന്നത്. നമ്മൾ ഇത്രയും കാശ് കൊടുത്ത് മേടിക്കുന്ന വണ്ടിയല്ലേ, ഡെലിവറിക്ക് മുമ്പ് ഒന്ന് ഓടിച്ചെങ്കിൽ നോക്കണ്ടേ, അത് ഇതല്ലാതെ വേറെ മാർഗ്ഗമൊന്നും ഇല്ല നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി, ഇതാണ് ആ കളർ. 3-4 മാസം ക്ഷമയോടുകൂടി കാത്തിരുന്നതിൻ്റെ റിസൾട്ടാണ്. അത് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. പറഞ്ഞാൽ പുള്ളി നമുക്ക് വണ്ടി ഓടിക്കാൻ തന്നിട്ടുണ്ട്, പക്ഷേ ഓടിച്ചതൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു വണ്ടി അവിടെ ജസ്റ്റ് ഒന്ന് ഉരുട്ടി നോക്കി, അത്രേ ഉള്ളൂ. വീഡിയോയിൽ കാണുന്ന പോലെ വണ്ടിക്ക് നല്ല സൈസ് ഉണ്ട്, ഒരു പ്രീമിയം ബൈക്കിൻ്റെ ഫീലാണ് നമുക്ക് വണ്ടി കാണുമ്പോൾ. ഫസ്റ്റ് ലുക്കിൽ തന്നെ വണ്ടി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു 5-6 ദിവസത്തിനുള്ളിൽ ഡെലിവറി എടുക്കാമെന്നാണ് സെയിൽസ്മാൻ നമ്മളോട് പറഞ്ഞത്. ബൈക്കിൻ്റെ കാര്യത്തിൽ എനിക്ക് എക്സ്പെർട്ട് ഒന്നുമില്ല, ബേസിക് കാര്യങ്ങൾ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഡെലിവറിക്ക് ശേഷം എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞാൻ റീലായിട്ട് ഞാൻ ഇതിൽ തന്നെ അപ്ലോഡ് ചെയ്യും. അതിപ്പോൾ സർവീസിനെ കുറിച്ചാണെങ്കിലും ശരി, കറക്റ്റായിട്ട് ഞാൻ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് അറിയാനുള്ളതും അതുപോലെ തന്നെ ഫോളോ ചെയ്തിട്ട് എന്നെ പോലെ വെയിറ്റ് ചെയ്തിരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തോളൂ. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലേതും ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ഉണ്ട്. എനിക്ക് എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടെങ്കിൽ നിങ്ങൾ ബാങ്ക് ഫിനാൻസ്, അതായത് ബൈക്ക് ലോൺ ഇട്ട് എടുക്കരുത് ബാങ്കിൽ നിന്ന്. കാരണം അത്രയ്ക്കും കൊള്ളയാണ് നടക്കുന്നത്. അതിൻ്റെ കാരണം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം.